ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെയായിട്ട് ഷോർട്സിൻ്റെ ഒരു വീഡിയോ ആണ്. അവസര സമയം എന്ന് പറഞ്ഞിട്ട് 1/2 ഗ്ലാസ് തോരൻ പരിപ്പ്, 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഇരുമ്പ് കഷ്ണം ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഊറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഊറുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കർ ചൂടായി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എടുത്തേക്കുന്ന പച്ചക്കറികൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചിയും ഒരു 4-5 പല്ല പൂണ്ടും കൂടി ഇടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, ഒരു പകുതി ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ കത്തിരിക്ക, ഒരു ചെറിയ ക്യാരറ്റ്. ഇതിലോട്ട് അടുപ്പ് സിം ചെയ്ത് വെച്ചിട്ട് അതിൽ ഈ പച്ചക്കറിയെല്ലാം ഇട്ടിട്ടുണ്ട്. എണ്ണ ഒഴിക്കുമ്പോൾ അതിൽ കടുക് താളിക്കാൻ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉഴുന്നുപരിപ്പോ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് എണ്ണ ഒഴിച്ച് ചൂടായപ്പോഴത്തേനും ഈ പച്ചക്കറി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി, പിന്നെ കഴുകി വെച്ചേക്കുന്ന അരിയും പരിപ്പും കൂടെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിന് തനിച്ച് നമുക്ക് വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പച്ചക്കറിയെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കിത് ചൂടോടെ കഴിക്കാനാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ വന്നിട്ട് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും മാത്രം ചേർത്തിട്ടുള്ളൂ. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് കുക്കറിൻ്റെ മൂടി വെച്ച് ക്ലോസ് ചെയ്യാം. ഇപ്പം തന്നെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ടത്. അപ്പോൾ കുക്കറിൻ്റെ മൂടി വെച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്ക് സ്റ്റീം കിട്ടും, പെട്ടെന്ന് വിസിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവസര സമയമെന്ന് തന്നെ പറഞ്ഞത്. തീരെ വിശന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. കൂടിപ്പോയി ഒരു 20 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അരി ഊറുന്ന സമയം പോയിട്ട് വിസിലെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ കുറച്ച് സമയം വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 6 വിസിൽ വന്നിട്ടുണ്ട്. ചൂടെല്ലാം പോയി വിസിൽ മാറ്റി, സ്റ്റീമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് തൊട്ട് കഴിക്കാനായിട്ട് റൈത്തയോ അച്ചാറോ അങ്ങനെ എന്തായാലും മതിയാവും. ഞാൻ ഇവിടെ ഇന്ന് എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സ് ഉണ്ടായിരുന്നു, പിന്നെ മാങ്ങയുടെ ഊറുക ഉണ്ടായിരുന്നു, പിന്നെ വന്നിട്ട് വലിയ ഉള്ളി പകുതി അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് റെഡിയാവും കേട്ടോ. താങ്ക് യു.